Why claims get denied even if the codes are correct? കോഡ്സ് കറക്റ്റ് ആണെന്നുള്ള ഒരു ക്രൈറ്റീരിയയിൽ തന്നെ നമ്മുടെ ക്ലെയിംസ് ഡിനൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഡൗട്ട് കാണും, വൈ ദ ക്ലെയിംസ് ഗെറ്റിംഗ് ഡിനൈഡ് ഇഫ് ദ മെഡിക്കൽ കോഡ്സ് ആർ കറക്റ്റ്? നമ്മൾ കോഡിംഗ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ക്ലെയിംസ് പേ ആകുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്. ദാറ്റ് ഇസ് ദ ലാക്ക് ഓഫ് മെഡിക്കൽ നെസസിറ്റി, അതുപോലെ തന്നെ ഓതറൈസേഷൻ എടുത്തിട്ടില്ല, ടൈംലി സബ്മിഷൻ ഓഫ് ക്ലെയിംസ്, പേയർ പോളിസീസ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്ലെയിം പേ ആകുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ആവുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഓതറൈസേഷൻ എടുക്കേണ്ട ഒരു കേസാണ്. ഇഫ് ഇറ്റ് ഈസ് മെഡിക്കലി ജസ്റ്റിഫൈഡ്, ദാറ്റ് ഇസ് ഈ സർവീസും നമ്മുടെ ഡയഗ്നോസിസുമായിട്ട് റിലേറ്റഡ് ആണ്, മെഡിക്കലി ജസ്റ്റിഫൈഡ് ആണ്, എന്നിരുന്നാൽ പോലും ഇഫ് ദ ഓതറൈസേഷൻ ഇസ് നോട്ട് ടേക്കൻ, ദ ക്ലെയിം ഗെറ്റ് ഡിനൈഡ്. അതുപോലെ തന്നെ നമുക്കൊരു സ്പെസിഫിക് ടൈം ഫ്രെയിം ഉണ്ട് ഫോർ സബ്മിഷൻ ഓഫ് ദി ക്ലെയിംസ് ഓർ റീസബ്മിഷൻ ഓഫ് ദി ക്ലെയിംസ്. പക്ഷെ നമ്മുടെ ആ ഒരു ടൈം ഫ്രെയിമിലല്ല, അല്ലെങ്കിൽ ഒരു പേയറും പ്രൊവൈഡറുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ, ആ ഒരു കോൺട്രാക്ച്വൽ ടൈം ഫ്രെയിമിലല്ല നമ്മുടെ ക്ലെയിം സബ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ക്ലെയിം ഡിനൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ പേയറിന്റെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള സർവീസസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസിലും നമ്മുടെ ക്ലെയിംസ് ഡിനൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻ really depend on the medical codes alone. Even though the medical codes are correct, but there are chances for the claims to get denied.